പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ പോവാൻ പോവാണ്. ഇവരെല്ലാരും സാരിയാണ്. എല്ലാരും ബൈ. ഞങ്ങളുടെ അല്ല നമ്മളിപ്പോ അപ്പുറത്ത് എങ്ങോട്ടാ പോണ്ടേ? അവിടെ നിന്നാണ് നമ്മുടെ ചെണ്ടയൊക്കെ തുടങ്ങി പോകുന്നത്. നമുക്ക് എന്തൊക്കെയാന്ന് നോക്കി കാണാം. ഓക്കെ, ഞങ്ങളുടെ കൂടെ റീ മാത്രം ഇല്ല. റീക്ക് റീ നാട്ടിൽ പോവാണ് ഇന്ന്, അതുകൊണ്ട് റീ വരുന്നില്ല. റീ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് പറയുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, സാധാരണ എങ്ങോട്ടേലും പോകാനായിട്ട് ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങാറ്. പക്ഷെ ഞാനിന്ന് നേരത്തെ ഇറങ്ങി. നമ്മൾ കറക്റ്റ് സമയത്തിനാണ് ഇന്ന് പോകുന്നത്. 9:20 ആയുള്ളൂ. 9:30ക്കാണ് പരിപാടി. അശി വന്നു ഗൈസ്. ഹോസ്റ്റൽ ഇതാണ് നമ്മൾ ഹോസ്റ്റലിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് ഇവരുടെ ഔട്ട്ഫിറ്റ്. ഹലോ ഗൈസ്, നമ്മുടെ മാവേലി വന്നു. ഫോർച്യൂണറൊക്കെ ഉണ്ട്. കുറെ വണ്ടി എന്തൊക്കെയുണ്ട് ഗൈസ്, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ പറഞ്ഞുതരാട്ടോ. BMW ഉണ്ട്, BMW. എന്തൊക്കെയോ കുതിര വണ്ടിയുണ്ട്. ഒരു ഹായ് പറ. ലതീഷ് മാമിന് ഒരു ഹായ് പറ. ചെണ്ട തുടങ്ങി. നമ്മൾ കോളേജിൽ കയറി. സീനിയേഴ്സ് രാത്രി കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഇതൊക്കെ. അവിടെ ഒരു പൂക്കളമുണ്ട്. രണ്ട് സ്റ്റെപ്പിടൂ. അത് കൈ മാത്രമേ കാണുന്നുള്ളൂ. അല്ല ഓണം സെലിബ്രേഷൻ ആണ് ഗൈസ്. സോ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഓണത്തിന്റെ എങ്ങനെയുണ്ടായിരുന്നു? തുള്ളി തുള്ളി മരിച്ചോ? അത് കുളിച്ച് നിൽക്കുന്നു. തിരുവാതിര കഴിഞ്ഞു, എന്നിട്ട് ഇവിടെ ഇരിക്കുക. ഇതാണ് നമ്മുടെ ദിലാര ജാനി ഫ്രം UK. അതെ അതെ, ഇപ്പൊ UK ഇപ്പൊ പറഞ്ഞെത്തിയേ ഉള്ളൂ. അതിന്റെ ഇതാണ് ഇപ്പൊ കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു തിരുവാതിര കളിച്ചിട്ട്? ഞാൻ ഒരു സ്റ്റെപ്പ് തെറ്റിച്ചു. മുന്നേ തിരിയുന്നതിന് മുന്നേ ഞാൻ കയറി തിരിഞ്ഞു. എന്നിട്ട് ഞാൻ പൊട്ടനെ തിരിഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ മറ്റേ മഴ പെയ്തിട്ട് അവിടെ ഇങ്ങനെ ചെളിയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്നു. ഫുൾ ചെളിയൊക്കെ ആയി പാവാടയിലൊക്കെ. ദിലുവിന്റെ അഭിപ്രായം എന്താ? തിരുവാതിര കളിച്ച് എനിക്ക് അങ്ങനെ അറിയണം. തിരുവാതിര കളിച്ചിട്ട് പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഇച്ചിരി ഇൻട്രോവേർട്ടാണ്. ഇൻവേർട്ടറാണ് അത്ര. അതെ, ഇപ്പൊ UK വന്നുള്ളതുകൊണ്ട് അതെ നമുക്ക് ദിലുവിന്റെ ഭാഷയെ കുറിച്ച് നമുക്ക് ദിലുവിന്റെ
ഭാഷേനെ കുറിച്ച് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. നമ്മൾ എന്തായാലും വെറുതെ ഇരിക്കുക. സ്വഭാവം ഇതിലൂടെ വന്ന് നിൽക്കണം. ഇതിലൂടെ വന്ന് നമ്മുടെ ഷെഫിനുണ്ട് ഇവിടെ. ഷെഫിനെ വ്ളോഗിൽ കയറാൻ വാ. ഷെഫിനെ എടുക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ക്യാമറ. എനിക്ക് വീഡിയോ എനിക്ക് പൊക്കം കിട്ടുന്നില്ല, കുറച്ച് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ദിലുവിന്റെ കാര്യങ്ങൾ തുടരട്ടെ. ദിലു ആലപ്പുഴക്കാരിയാണ്. ഇവിടെ വന്ന് നിൽക്കുക, എന്നാലേ ഞങ്ങൾക്ക് ദിലുവിന്റെ എക്സ്പ്രഷൻ കാണാൻ പറ്റും. ദിലുവിന്റെ ഡിക്ഷണറിയിൽ മാത്രമുള്ള കുറച്ച് വാക്കുകളുണ്ട്. ഡിക്ഷണറി, സ്വഭാവം, ദിവസി, ഒരുമായിരെ, പറ്റേ, പിന്നെ മന്നിപ്പേ, എന്റെ പൊന്നു മകളെ, തേങ്ങാപ്പൂളെ, മരം പോലെ നിൽക്കാനല്ല പറഞ്ഞേ. എന്തോ കാണിക്കുന്നുണ്ട്, എനിക്ക് അറിയില്ല അതെന്താ. എങ്ങനെയുണ്ടായിരുന്നു ഓണപരിപാടി? എന്താ ഞാൻ ഓണപരിപാടി കേറിയില്ല. എവിടെ പോയി? ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നു. മാവേലിയുടെ കൂടി ഇന്നാണ് സദ്യ കഴിക്കുന്നത്. കഴിച്ചോ? എന്നിട്ട് കഴിച്ചോ? ഇല്ലേ? ആൾക്കാരെ കഴിപ്പിക്കാം, അതിന് ശേഷം എല്ലാവരും കഴിച്ചേക്ക് കഴിക്കട്ടെ. എന്തൊക്കെ കറികളാണ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അച്ചാറുണ്ട്, പച്ചടിയുണ്ട്. നമ്മളെ മീനാക്ഷിരം സത്യം ഇതാണ് നമ്മളെ ചേച്ചി. നമുക്ക് സാധനം ഇട്ടായിരുന്നു. ചേച്ചി ഹായ് പറയൂ. ചേച്ചി നമ്മളെ കിടിലം പരിപാടിയായിട്ടാണ് പോണത്. അപ്പോൾ മാവേലി ഓഫ് ദ വീക്ക് ഞാൻ തന്നെയാണ്. മുടിയും കൊണ്ട് താടിയും കൊണ്ട് എല്ലാ പരിപാടിയും. അപ്പോൾ മാവേലിയും പൊളിച്ചു. ഇതൊരു സാധനമുണ്ട് മക്കളെ. ഇതൊരു എന്താണ് ഈ സാധനം കൊണ്ട് പറയാനുള്ളത്? ഇതാണ് ഫ്രൂട്ട് സലാഡ്. അതാണ് ഫ്രൂട്ട് സലാഡ്. ഇരിക്കാതെ വേറെ ഒന്നും വേണ്ട. ഫ്രൂട്ട് സലാഡ്. മാവേലി ഇന്നത്തെ മാവേലി എന്നത് സാധാരണ എല്ലാ പരിപാടിക്കും മാവേലിമാരെ വെള്ളടിച്ച് വെക്കാൻ വേണം. റഫല് പച്ചാന്ന് പറഞ്ഞ ഇതേവരെ അത് ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കത്തുമില്ല. ഇന്നപോലെ അറിയില്ല. ഇതേപോലെ കാരണം കണ്ണ കണ്ടില്ല. ഞാനൊക്കെ എപ്പോഴാണ് എൻ്റെ വെള്ളടിച്ചാൽ മാത്രമേ മാവേലിയാൻ പറ്റുള്ളൂ. ആര് പറഞ്ഞു? ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? നമ്മളെ ഇത് എന്താ പറയുക ആന്റി ഡ്രഗ്സ്. നിങ്ങളെപ്പോലുള്ള പിള്ളേരെ കുറച്ചുകൂടെ റെസ്പോൺസിബിളായി പെരുമാറണമെന്ന ഇച്ചായൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. ഗൈസ്, നമ്മൾ സദ്യ കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് പുറത്ത് വന്ന് ചുമ്മാ ഇരിക്കുക. മടുത്തു. ദിലു ഞാനൊന്ന് വായ നോക്കിക്കൊണ്ട് ഒരു ചേച്ചി പെണ്ണിനെയാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് കസേരകളി നടക്കാൻ പോവുകയാണ്. കാല് പൊട്ടിട്ട് സദ്യ കഴിച്ചാ? എങ്ങനെയുണ്ടായിരുന്നു? തിരുവാതിരയും പോട്ടെ, കസേരകളി തുടങ്ങാൻ പോവാണ്. എന്തൊരു സങ്കടം? ഒരു സങ്കടം. നന്ദുവിന് എന്നൊരു സങ്കടം. എനിക്ക് സങ്കടമൊന്നുമില്ല. മീനുവിന്റെ കണ്ണിലൊരു ഇതെന്റെ കണ്ണാടിയല്ല ഗൈസ്, മീനുവിന്റെ. ഞാൻ പിന്നെ ഇങ്ങനെ നാണമില്ലാതെ മേടിച്ചു നടക്കണം. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ലാസ്റ്റത്തെ
ലാസ്റ്റത്തെ റൗണ്ട് നമ്മുടെ മാഹിലും വേറൊരു ചേട്ടനും കൂടെയാണ്. കസാര വെച്ചിട്ടല്ലാട്ടോ ഒരു ലാസ്റ്റ് റൗണ്ട് നടത്തണം. എന്തോ ഒരു സാധനം ഇടിപ്പിച്ചിട്ടാണ്. നോക്കാം, അതെടുക്കണം കൈസ്. അങ്ങനെ 2,000 years later. വലി നടക്കുവാണ്, പക്ഷെ എനിക്ക് അത് എടുക്കാൻ പോകാനൊന്നും പറ്റില്ല. ഓക്കെ, ഇത് മടുത്തോ? ഇപ്പുറത്തെ സൈഡ് ജയിച്ചു. അടുത്താന്ന്. ആ, ജയിച്ചോ? ഹലോ ഗായ്സ്, എന്താണ്? വടംവലി കാണാൻ നമുക്ക് വടംവലി. ഞങ്ങൾ പോവാണ്. കഴിഞ്ഞ പരിപാടി ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. റൈറ്റ് നൗ എന്ന് പറഞ്ഞു. ബൈ ബൈ. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.